ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? എല്ലാവരെയും EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ 4 ബാച്ച് പൂർത്തിയായി. അപ്പോൾ ഈ 4 ബാച്ചിൽ പങ്കെടുത്ത നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെ കേട്ടതിന് ശേഷം ബാക്കി തുടങ്ങാലോ. അപ്പോൾ ആരെങ്കിലും ഒന്ന് അഭിപ്രായം പറയും. ഞാൻ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ബാച്ചിലെ 4th ബാച്ചിലെ ഒരു പാർട്ടിസിപ്പന്റ് ആണ്. അപ്പോൾ എൻ്റെ EFT എന്നത് എനിക്കറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതറിഞ്ഞപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ഉണ്ടാക്കി. അതുകൊണ്ട് പിന്നെ എന്താ പറയാ, നമ്മളെ ആ ചിന്തകളെ നമ്മൾ മാറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ EFT കൊണ്ടാണ്. അത് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഗുഡ് ഈവനിങ് മാം. എൻ്റെ പേര് ഷൈന. 4th ബാച്ചിലാണ് EFT ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് കഴിഞ്ഞത്. അതിനുശേഷം എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളെ ചിന്തകളാണ് നമ്മളെ അസുഖങ്ങൾക്കും നമ്മളെ പരാജയങ്ങൾക്കും ഒക്കെ കാരണം എന്നുള്ള തിരിച്ചറിവ് കിട്ടി. പിന്നെ ലൈഫിൽ നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഹാപ്പി മൈൻഡോട് കൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടായാലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും ആ ലക്ഷ്യത്തിൽ എത്തുന്നുണ്ട്. അത് EFTയിൽ വന്നതിന് ശേഷം മാത്രം കിട്ടിയ ഒരു അനുഭവമാണ്. പിന്നെ താങ്ക് യു. താങ്ക് യു. നന്ദി, രണ്ടാൾക്കും നന്ദി ട്ടോ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആർക്കെങ്കിലും പറയണ്ടേ? പറഞ്ഞോളി. EFT 3ാം ബാച്ചിൽ പങ്കെടുത്ത ആളാണ്. വളരെ നല്ല എഫക്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. മനസ്സിനൊരു ഹെൽത്ത് കിട്ടിയ പോലെയാണ്. വളരെ നല്ലൊരു ക്ലാസ് ആണിത്. പിന്നെ ചിന്തകളൊക്കെ കുറെ മാറ്റാനും അതിനൊക്കെ സാധിച്ചു. ടെൻഷനുകളൊക്കെ മാറി. ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവിലേക്ക് ആയോ? നെഗറ്റീവ് ചിന്തയിൽ പോസിറ്റീവിലേക്ക് മാറാൻ പറ്റിയോ? അതെ അതെ. വളരെ നന്ദി ഈ അഭിപ്രായം പങ്കുവെച്ചതിന്. എങ്കിലേ നമുക്ക് വളരാൻ കഴിയുള്ളൂ. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നറിയുമ്പോഴേ നമുക്ക് അതിനനുസരിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്കും വളർച്ചയിലേക്കും എത്താൻ പറ്റുള്ളൂ. ഏതായാലും നന്ദി, വളരെ നന്ദി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞതിന്. ഓക്കെ, ഇനി നമുക്ക് 4 ക്ലാസ് തുടരാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ലൈഫ്, അതായത് ഒരു വാഹനത്തിന് 4 ചക്രം ഉണ്ടാവും. ഈ ഒരു വാഹനം സുഗമമായിട്ട്, അതായത് ഒരു കാറോ ഏതെങ്കിലും വാഹനങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് 4 ചക്രം ഉണ്ടെങ്കിൽ അത് സ്മൂത്തായിട്ട് പോവുള്ളൂ. അതിലൊരു ചക്രം, ഒരു വീല് പഞ്ചറായിട്ടുണ്ടെങ്കിൽ അത് എന്താവും? ഭംഗിയായിട്ട് ഓടാൻ കഴിയൂല, അത് ഓടിക്കാനേ കഴിയൂല. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിക്കൊണ്ട് ലഭിച്ച ഈ ജന്മം, ഈ ജീവിതം, ഈ മഹത്തായ ഒരു ജീവിതം നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണോ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 70% ആളുകളും പറയുക ഭയങ്കര പ്രയാസത്തിലാണ്, ഭയങ്കര കഷ്ടത്തിലാണ് എന്നുള്ളതാണ്. ഈ കാറിന്റെ 4 ചക്രം അതിലൊന്ന് കേടായാൽ അത് ഉപയോഗിക്കാൻ പറ്റാത്തതുപോലെ നമ്മൾ നമ്മുടെ ലൈഫിലും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഏതൊരാളോടും എന്താണ്, എങ്ങനെയുണ്ട് ലൈഫ്, സന്തോഷാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും ഭയങ്കര ഹാപ്പിയിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് പറയാറില്ല. എല്ലാവരും അങ്ങനൊക്കെ പോകുന്നു കഷ്ടിച്ച്. ഒരു പരാതികൾ നിറഞ്ഞ ഒരു മറുപടിയാണ് സാധാരണ കിട്ടാറുള്ളത്. ഈ പരാതികൾ നിറഞ്ഞ ജീവിതം ഉണ്ടാവുമ്പോൾ, ഒരു മാനസികാവസ്ഥ ഉണ്ടാവുമ്പോൾ ആ വ്യക്തിയിലേക്ക് പരാതികൾ മാത്രമേ വരുള്ളൂ. അതിനാൽ ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ആ 4 കാര്യം ഏതൊക്കെയെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം, ഒന്നാമത്തത് സ്വന്തത്തെ സ്നേഹിക്കുക.
രണ്ടാമത്തത് നന്ദി പറയുന്ന ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമത്തത് ഫോർഗീവ് ചെയ്യുക, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക. നാലാമത്തേത് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു ലൈഫിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത് ആരും നമ്മളെ ലൈഫിൽ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് തോന്നിയതുപോലുള്ള ഒരു ജീവിതമാണ് ഓരോരുത്തരും ജീവിക്കല്. കാരണം നമ്മൾ എന്തെങ്കിലും മെഷീനുകൾ എന്തോ വാങ്ങുകയാണെങ്കിൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്തോ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ നിർമ്മാതാക്കൾ പറഞ്ഞു തരാറുണ്ട്. എന്നാൽ ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മളോട് വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് നമ്മൾ ആരും ജീവിക്കാറില്ല. നമ്മൾ തല മറന്ന് എണ്ണ തേക്കുന്നത് പോലുള്ള ഒരു ജീവിതമാണ് ജീവിക്കുന്നത്. എന്നിട്ട് കുറേ പ്രശ്നങ്ങളും കുറേ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും അല്ലെങ്കിൽ മാനസിക പ്രയാസങ്ങളുമായിട്ട് ഇങ്ങനെ ഒരുപാട് രോഗങ്ങളും അങ്ങനെയുള്ളൊരു ജീവിത രീതിയാണ് നമ്മൾ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നും അധികം ആളുകളുടെയും ജീവിതം കണ്ടാൽ. കാരണം തിരിച്ചറിവില്ല. അറിവാണ് ഏറ്റവും വലിയ നിധി. ഈ നിധി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ 4 കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മളെ സ്നേഹിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നോട് എന്താ എന്നെ ഇഷ്ടല്ലേ, ഞങ്ങളെ സ്നേഹിക്കുന്നില്ലേ എന്ന്. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ന് നമ്മൾ എത്തിപ്പെട്ട രൂപത്തിലുള്ള രോഗിയോ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു തലത്തിലേക്കോ നമ്മൾ എത്തിപ്പെടൂല. നമ്മളെ സമയങ്ങൾ മുഴുവനും നമ്മളെ ഭർത്താവിനെയും മക്കളെയും മറ്റുള്ളവരെയും സ്നേഹിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് അവർക്കും വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അധികം ആളും നയിക്കാറ്. നമ്മളെ മറന്നുകൊണ്ട് നമുക്ക് വേണ്ടി, അറിവിന് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ ഒരിക്കലും ചെലവഴിക്കാറില്ല. ഇനി ഭക്ഷണം വരെ മറ്റുള്ളവർ കഴിച്ച ബാക്കി ഉണ്ടെങ്കിലാണ് നമ്മൾ കഴിക്കുന്നത്. അത് അത്രയും നമ്മളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രശ്നങ്ങളിലൂടെ ജീവിതത്തെ മുന്നോട്ട് പോക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മളോട് ആര് മോശമായി പെരുമാറിയാലും നമ്മളെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ആര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും നമ്മളോട് കച്ചറക്ക് വന്നാലും ഒക്കെ നമ്മളെ ഉള്ളിലുള്ള എനർജി കേടാവരുത്. അത് വിഷമിച്ചാൽ എൻ്റെ എനർജിയിലേക്കാണ് അതിൻ്റെ ഒരു കറുത്ത പുള്ളി പോലുള്ള ഒരു അവസ്ഥ വരുന്നത്. അതിനാൽ മറ്റുള്ളവർക്കും വേണ്ടി ഞാൻ വിഷമിക്കൂല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലെത്തും. എന്ത് സംഗതിയും ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു വിഷമത്തിലൂടെ നമ്മൾ നീങ്ങൂല. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ക്യാൻസർ രോഗിയാവില്ല. അതുപോലെ മറ്റു രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാൻ കഴിയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് പല രോഗങ്ങളിലൂടെയും പല പ്രശ്നങ്ങളിലൂടെയും നമ്മൾ പോവേണ്ടി വരുന്നത്. നമ്മുടെ മനസ്സിൽ നമുക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാക്കാൻ കഴിയും നമ്മളെ സ്നേഹിച്ചാൽ. നമ്മുടെ ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം തന്നെ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളോ പരാതിയിലൂടെയാണ് പോവല്. എന്നെ ഹസ്ബൻഡ് സ്നേഹിക്കണില്ല, എൻ്റെ മക്കൾ സ്നേഹിക്കുന്നില്ല, മറ്റുള്ളവർ സ്നേഹിക്കുന്നില്ല. അതൊക്കെ നമ്മൾ സ്നേഹിക്കാത്തത് കൊണ്ട് തോന്നുന്ന കാര്യങ്ങളാണ്. ഞാൻ ഭൂമിയിലേക്ക് വന്നതും ഒറ്റക്കാണ്, ഇവിടുന്ന് പോകുന്നതും ഒറ്റക്കാണ് എന്നുള്ള ഒരു ചിന്ത, ഒരു ബോധം ഉള്ളിലുണ്ടെങ്കിൽ എല്ലാ വിഷമങ്ങളും ഉള്ളിലേക്കിട്ട് ഇങ്ങനെ രോഗിയായി ജീവിക്കാൻ, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളിലൂടെ സ്വഭാവം മാറും. നമ്മൾ കുറേ വിഷമങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് ഇടുമ്പോൾ നമ്മളെ സ്വഭാവം വേറൊരു തലത്തിലേക്ക് ആയിട്ട് മാറും. ഇതിനൊന്നും നിൽക്കൂല നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. അടുത്തത് നന്ദി പറയുന്ന മനസ്സുണ്ടാക്കിയെടുക്കുക. അതായത് നന്ദി പറയുന്ന മനസ്സെന്ന് പറഞ്ഞാല് പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു വലിയൊരു ഭാഗമാണ്. നമ്മുടെ ഉള്ളിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ചെല്ലുന്ന അറിവ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മുടെ എനർജി പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന ഒരു രൂപത്തിലേക്ക് എത്തിപ്പെടലും. അപ്പോൾ നമ്മൾ
നന്ദി പറയുന്ന ഈ മനസ്സുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരും. നമ്മളെല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് നമുക്ക് ഈ നന്ദി പറയുന്ന ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തത്. നമ്മുടെ ഉള്ളിലുള്ള ഈഗോ, ഞാൻ എന്ന ഭാവം, ഈ നന്ദി പറയുന്ന മനസ്സുള്ളവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു വിനയ രൂപത്തിലായിരിക്കും. നമ്മൾ ഇവിടുന്ന് വിട പറയുവാനുള്ള ഒരു വ്യക്തിയാണ്, ഈ ഭൂമിയോട് വിട പറയുവാനുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഖുർആനിൽ പറയുന്നുണ്ട്, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി പറയുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. ഒരുപാട് സ്ഥലങ്ങളിൽ നന്ദിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ നിർബന്ധമായിട്ടും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കേണ്ട ഒരു ഘടകമാണ് നന്ദി പറയാന്നുള്ളത്. നന്ദി പറയുന്തോറും നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നന്ദി പറയാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പൈശാചികത, നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ആ കറുപ്പ് വളർന്ന് വളർന്ന് വികസിക്കും. അങ്ങനെ ടെൻഷൻ, ഡിപ്രഷൻ എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെടും. ഇന്ന് ഒരുപാട് വ്യക്തികൾ ടെൻഷനായിട്ടും ഡിപ്രഷനായിട്ടും ലൈഫിനെ മുന്നോട്ട് നീക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ഈ സത്യം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കും. അത് നമ്മളിൽ നിർബന്ധമാണ്, അങ്ങനെ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ പോകും. ഇങ്ങനെ ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടെ വിഷമമില്ല, സങ്കടമില്ല. എൻ്റെ ദൈവം എനിക്ക് ഇതെല്ലാം തന്നുവല്ലോ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ മൂന്നാമത്തെ ഘടകം ഫോർഗീവ്നെസ്, വിട്ടുകൊടുക്കൽ, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കൽ. അതാണ് നമ്മൾക്ക് ചെയ്യാൻ പ്രയാസമുള്ളൊരു സംഗതി. നമ്മളോട് ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോളിസി ഉണ്ട്, അവരോട് തിരിച്ച് അതുപോലെ പെരുമാറുക. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പാര വെച്ച് കൊടുക്കുക, പാരട്ട് കൊടുക്കുക. അവരെവിടെയൊക്കെ അവസരങ്ങളും സന്ദർഭങ്ങളും കിട്ടുന്നുവോ അവിടെയൊക്കെ വെച്ച് പരിഹസിക്കുക, തരം താഴ്ത്തുക, കുറ്റപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക തുടങ്ങിയ പോളിസികളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചുറ്റുപാടിൽ കാണുന്നത്. അതിനാൽ നമ്മുടെ മനസ്സ് എല്ലാ രോഗങ്ങളിൽ നിന്നും, മനസ്സിന്റെ ഉള്ളിലുള്ള പല മാലിന്യങ്ങളുമുണ്ട്, ദേഷ്യം, പക, അസൂയ, കുശുമ്പ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടണമെങ്കിൽ നമ്മോട് മോശമായി പെരുമാറിയവരെ നമ്മൾ സ്നേഹിക്കണം. അവർക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. നമ്മളോട് തന്നെ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല ഒരു ലൈഫ്, ഐശ്വര്യമുള്ളൊരു ലൈഫ് നമുക്ക് ജീവിക്കാൻ ഉള്ള ഒരു ഭാഗമുണ്ട്. സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു ലൈഫ് നമുക്ക് ജീവിക്കാനുണ്ടായിട്ടും നമ്മൾ ഇത്തരം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. നമ്മുടെ ചിന്തകൾ നമ്മൾ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ അറിയുന്നില്ല. അപ്പോൾ ഈ തെറ്റ് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിലേക്ക് ഒരുപാട് ദുഷ്ടചിന്തകൾ വന്നു പോകുന്നത്. ഈ ദുഷ്ടചിന്തന്റെ ഭാഗമായിട്ടാണ് നമ്മളോട് ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോടൊരു ദേഷ്യവും പകയും ഒക്കെ ഉണ്ടാവുന്നത്. ശരിക്കും അവർ നമ്മളോട് മോശമായി പെരുമാറിയിട്ടാണ് നമ്മൾ ഇത്രയും ഉയർന്ന ലെവലിലേക്ക് എത്തുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് പോലും നമ്മൾക്കില്ല. ശരിക്ക് നമ്മളോട് മോശമായി പെരുമാറുന്ന ആളുകളോട് നമ്മൾ ആത്മാർത്ഥമായി നന്ദി പറയാണ് വേണ്ടത്. അവരാണ് നമ്മളെ ഉയർത്തുന്നത്. അവര് നമ്മളോട് മോശമായി പെരുമാറിയിട്ടില്ല എങ്കിൽ നമ്മൾ എവിടെ എത്തിപ്പെടൂല. അപ്പൊ അവര് വേദനിപ്പിച്ചതിലൂടെ അവർക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മളെ വെറുപ്പിച്ച ആളുകളെ സ്നേഹിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഞാനും ഇതുപോലെ ഒരുപാട് ആളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്.
എന്നിലും ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ട്. ഞാൻ എന്ന വ്യക്തി ഒരുപാട് നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും കൂടി അടങ്ങിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ മുന്നിലുണ്ടാവുന്ന വ്യക്തികളും. നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും ഉണ്ടാവും. ഞാൻ അവരിലുള്ള ആ ചീത്ത സ്വഭാവത്തെ സ്നേഹിക്കുമ്പോഴേ എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. പകരം നമ്മൾ എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് പരിശീലിച്ചത് മൂലം പറഞ്ഞാണ് നമ്മളെ ലൈഫ് ഇതുവരെ എത്തിപ്പെട്ടത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവരുടെ കുറ്റങ്ങളും കുറവുകളുമാണ് കാണുക. ഇത് നമ്മുടെ ലൈഫിൽ വലിയൊരു പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. ഭാര്യയും ഭർത്താവും തമ്മിലും, മാതാപിതാക്കളും മക്കളും തമ്മിലും, സഹോദരങ്ങൾ തമ്മിലും ഒക്കെ ഈ കുറ്റം പറയുന്നത് കാരണം ബന്ധങ്ങൾ ശിഥിലമാവുകയാണ്. പകരം അവരിലുള്ള നന്മ കണ്ട് അവർക്ക് എന്തെല്ലാം നന്മകളുണ്ട് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ലൈഫ് പടുത്തുയർത്താൻ കഴിയും. അപ്പൊ നമ്മളെ കയ്യിലാണ് ഇതിൻ്റെയൊക്കെ താക്കോൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ ചിന്തകൾ മാറ്റുമ്പോൾ നമ്മുടെ ലൈഫിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി 4ാമത്തെ കാര്യം, അൺകണ്ടീഷണൽ ലവ്. നമ്മൾ ആരെയും കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കുക. ഇത് നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു ഘടകമാണ്. കാരണം പൊതുവെ കണ്ടീഷനോടൊക്കെയാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കല്. ഒരു വീട്ടിൽ ഉമ്മയും ഉപ്പയും മക്കളും മരുമക്കളും പേരമക്കളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഉമ്മയും ഉപ്പയും, അതായത് ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോൾ, ഭാര്യയ്ക്ക് അസുഖം ഉണ്ടാവുമ്പോൾ ഭർത്താവ് സഹായിക്കണം, ഭർത്താവിന് അസുഖം ഉണ്ടാവുമ്പോൾ ഭാര്യ സഹായിക്കണം, സപ്പോർട്ട് കൊടുക്കണം എന്നൊരു കണ്ടീഷൻ. അതുപോലെ മക്കളെ നമ്മൾ വളർത്തുന്നുണ്ട്. നമ്മൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ, നമുക്ക് പ്രയാസം ഉണ്ടാവുമ്പോൾ അവർ നമ്മളെ സഹായിക്കണം, അവർ നമ്മളെ സ്നേഹിക്കണം. ഇങ്ങനെ ഓരോ ബന്ധങ്ങളും കണ്ടീഷൻ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമ്മളെ ലൈഫിൽ സന്തോഷവും സമാധാനവും കിട്ടണമെങ്കിൽ ഈ കണ്ടീഷൻ ഇല്ലാതെ നമ്മൾ അവരെ സ്നേഹിക്കാൻ പഠിച്ചാൽ നമ്മളെ ലൈഫിൽ ഒരു കാലത്ത് നമുക്ക് ഒരു ടെൻഷനും ഒരു ഡിപ്രഷനും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ധർമ്മമാണ്, എൻ്റെ ധർമ്മമാണ് എൻ്റെ ഭർത്താവിനെ നോക്കൽ, എൻ്റെ ധർമ്മമാണ് എൻ്റെ മക്കളെ നോക്കൽ. ഈ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ നീക്കുമ്പോൾ ഇനി അവർ നോക്കിയാലും നമുക്ക് കുഴപ്പമില്ല, നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പകരം എന്നെ നോക്കണം എന്നുള്ള കണ്ടീഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോഴാണ് എന്ത് വരുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഉമ്മയായാലും ഉപ്പയായാലും അച്ഛനായാലും അമ്മയായാലും ആശുപത്രികളിലേക്ക് കയറി ഇറങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ബാല്യകാലത്ത്, അവരുടെ യൗവന കാലത്തൊക്കെ കുട്ടികളുണ്ടായി വളർത്തുന്നത് മുതൽക്ക് അവര് പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്നുണ്ട്. ഈ മക്കൾ വളർന്ന് വലുതായാൽ ഞങ്ങളെ നോക്കണം. അപ്പോൾ ഇവര് 60 വയസ്സാവുന്നൊക്കെ സമയത്ത് ഈ മക്കൾ 40 വയസ്സിലെത്തിയിട്ടുണ്ടാവും. അപ്പൊ അവരും അവരുടെ വൈഫിനെയും അല്ലെ അവരുടെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ നോക്കുന്ന ഒരു തിരക്കില്, ഒരു നേരം ഒഴിവില്ലാത്ത ഭയങ്കര തിരക്ക് പിടിച്ചൊരു അവസ്ഥയിലേക്കാണ് ഇവരെത്തുന്നത്. അവരുടെ മനസ്സിൽ നോക്കണം എന്ന താല്പര്യവും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ തിരക്ക് കാരണം ചിലപ്പോൾ എത്തിപ്പെടാൻ കഴിയുന്നുണ്ടാവില്ല. ഈ ഉപ്പയമ്മയും അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന ഒരു തലത്തിൽ ചിലപ്പോൾ നോക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇവരെന്താവും, കണ്ടീഷൻ വെച്ച് സ്നേഹിച്ചത് കൊണ്ട് വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇവർക്ക് ടെൻഷനാവും, ഇവർ വിഷമത്തിലൂടെ പോകും. അങ്ങനെ അവർ ആശുപത്രികൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പൊ കണ്ടീഷൻ ഇല്ലാതെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിച്ചാൽ നമുക്ക് നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ലൈഫ്, ഒരു ജീവിതം പടുത്തുയർത്താൻ പറ്റും. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. 1, സ്വന്തത്തെ സ്നേഹിക്കുക. 2, നന്ദി പറയുന്ന ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കുക. 3, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക, ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. 4, കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി എല്ലാവരുടെ മനസ്സിലും പല വിഷമങ്ങളും പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളുമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം നമുക്കൊന്ന് മെഡിറ്റേഷൻ ചെയ്യാം. നമ്മളെ മൈൻഡിനൊരു റിലാക്സ് കിട്ടും.
ഒരുപാട് ആളുകളിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തെറാപ്പികളൊക്കെ എൻ്റെ ലൈഫിൽ തന്നെ നല്ല മാറ്റം. കാരണം ഒരു 10 വർഷം മുന്നേ, അതായത് എൻ്റെ 7ാം ക്ലാസ് മുതൽക്ക് എൻ്റെ കാലിന് ഒരു വല്ലാത്തൊരു അലർജിയാണ്. എന്താണെന്നറിയില്ല. എത്ര മരുന്ന് കുടിച്ചിട്ടും എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ടും ചെരുപ്പൊക്കെ മാറി മാറി ഉപയോഗിച്ചിട്ടൊക്കെ ഭയങ്കര എന്നെ പ്രയാസപ്പെടുത്തിയിരുന്ന ഒരു അലർജി പ്രശ്നം എനിക്കുണ്ടായിരുന്നു. ഒരു 20 വർഷത്തിലധികം ഞാനത് സഹിച്ച് നടന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് കുട്ടികളായ സമയത്തൊക്കെ ആ ബുദ്ധിമുട്ട് നന്നായി അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മെഡിറ്റേഷനും ഈ ടാപ്പിങ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണോ അറിയില്ല, അതെല്ലാം എനിക്ക് സുഖപ്പെട്ടു. അപ്പൊ ഈ 10 വർഷത്തിനുള്ളിൽ ഒരു മരുന്നും കഴിക്കേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് മെന്റൽ ഹെൽത്ത്, അതായത് ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും വളർത്താൻ എനിക്ക് കഴിഞ്ഞു. അപ്പൊ അതിന്റെ പിന്നിൽ എനിക്ക് മനസ്സിലായത് ഈ മെഡിറ്റേഷനും, ഞാൻ കുറെ മുന്നേ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തെറാപ്പികളൊക്കെയാണ്. ഉറങ്ങുന്ന സമയത്ത് ഒരു തെറാപ്പി ചെയ്യും. ഇതിലൂടെ ഒരു രോഗമില്ലാത്ത, ഒരു അസുഖവും ഇല്ലാത്ത, ഒരു ബോഡിയിൽ എവിടെയും ഒരു വേദന പോലും ഫീൽ ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ന് വരെ എത്തിയിട്ടുണ്ട്. നാളത്തത് എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഒരു 10 വർഷത്തിനുള്ളിൽ എനിക്ക് ഈ ഒന്നാമത് മനസ്സിനൊരു വിഷമങ്ങളും ഇല്ല, നല്ല ഹാപ്പി ഉള്ള ഒരു മനസ്സാണ്. അപ്പം മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആവും. അതായിരിക്കാം ഈ പിന്നെ മെന്റൽ ഹെൽത്ത് ശരിയാവാൻ, അതായത് മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങിക്കിട്ടാൻ ഇങ്ങനെ മെഡിറ്റേഷനും കാര്യങ്ങളും കുറെ മുന്നേ ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഈ മെഡിറ്റേഷൻ നിങ്ങൾക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക, കണ്ണ് പൂട്ടുക, കൈ ഓപ്പൺ ആയിക്കൊണ്ട് മടിയിൽ വെക്കുക. എന്നിട്ട് കണ്ണ് പൂട്ടുമ്പോൾ നമ്മളെ ഉള്ളിലേക്കാണ് നമ്മളെ ശ്രദ്ധ പോവല്. കണ്ണ് തുറന്നാൽ പുറത്തേക്ക് നമ്മൾ എന്തൊക്കെ കാണുന്നോ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവും. അപ്പൊ കണ്ണ് പൂട്ടി സ്ട്രൈറ്റ് ആയിട്ടിരുന്ന് കാല് നിലത്ത് തട്ടിക്കുക. നല്ലോണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു നേരിയ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നേരിയ ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. കണ്ണ് പൂട്ടിക്കൊണ്ട് ബ്രീത്ത് ഇൻ, ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇപ്പോൾ എൻ്റെ മനസ്സും ശരീരവും ശാന്തമായി കൊണ്ടിരിക്കുന്നു. എൻ്റെ ശ്വാസത്തിലേക്ക് മാത്രമാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി നാവ് മേലെണ്ണാക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വായ തുറന്നുകൊണ്ട് പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ആന്തരാവയവങ്ങളായ കിഡ്നി, ശ്വാസനാളം, ലിവർ തുടങ്ങിയ അവയവങ്ങളൊക്കെ സുഗമമായി പ്രവർത്തിക്കാൻ ഈ വായു കലർന്ന ഓക്സിജൻ, അതായത് ഓക്സിജൻ കലർന്ന വായു നമുക്ക് ആവശ്യമാണ് എന്ന് സങ്കല്പിക്കാം. നാവ് മേലെണ്ണാക്കിൽ ടച്ച് ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നന്ദി പറയുന്ന ഒരു മനസ്സുണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക്
ഈ മനോഹരമായ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്ന പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമുക്ക് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം തന്ന സർവശക്തനോട് നമുക്ക് നന്ദി പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രപഞ്ചത്തിലെ ശക്തമായ നിയമങ്ങളിൽ ഒന്നാണ് നമ്മൾ ഉള്ളതിനോട് നന്ദി പറയുക എന്നുള്ളത്. ഉള്ളതിന് നന്ദി പറയുമ്പോൾ ഇല്ലാത്തതും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഉള്ളതിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ ഉള്ളത് നമ്മിൽ നിന്ന് ഇല്ലാതാകും. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയ പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി. ശ്വസിക്കാൻ വായു നൽകിയ പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി. എനിക്ക് എല്ലാം കാണുവാൻ സഹായിക്കുന്ന കണ്ണുകൾ നൽകിയ പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി. എനിക്ക് മണം പിടിക്കാൻ മൂക്ക് നൽകിയതിനും രുചി നൽകുവാൻ നാവ് നൽകിയതിനും പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി. ഞാൻ കഴിച്ചതെല്ലാം ദഹിപ്പിക്കുന്ന ആരോഗ്യമുള്ള ദഹനേന്ദ്രിയം നൽകിയതിന് പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി. ഇങ്ങനെ എൻ്റെ ജീവൻ നിലനിൽക്കാൻ എൻ്റെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിപ്പിക്കുന്ന ആന്തരാവയവങ്ങൾ നൽകിയതിന് പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി. അതുപോലെ ജീവിക്കാൻ ഭൗതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതിന് പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി. കൈകൾ രണ്ടും നന്നായി കൂട്ടി ഉരസ, ചൂടാവുന്നത് വരെ ഉരസ. ഉരസിയതിന് ശേഷം, ചൂടായതിനു ശേഷം രണ്ട് കണ്ണിന്മേലും അമർത്തിക്കൊണ്ട് കൈകൾ മുഖത്ത് തടവി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുക. എന്നിട്ട് മേലൊക്കെ ഒന്നിങ്ങനെ തടവുകയും ചെയ്യാം. ഇങ്ങനെ നമ്മൾ 2 നേരം 4 നേരമൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നീങ്ങി നമുക്ക് നല്ലൊരു സ്വസ്ഥത, നെഗറ്റീവ് ചിന്തകൾ മാറി പോസിറ്റീവിലേക്ക് നമ്മൾ എത്തിപ്പെടും. പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യണം. എന്തായാലും ചെയ്തവരൊക്കെ നല്ല റിസൾട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും, ഞങ്ങൾ എന്നും മോർണിംഗ് മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് രാവിലെ 6 മണിക്ക്. ഈ മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ചേരണമെങ്കിൽ താല്പര്യമുള്ളവർ നമ്പർ എഴുതിയെടുക്കുക. 90 48 71 70 75. അതുപോലെ 7736842049. ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതുപോലെ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ മൈൻഡിന് റിലാക്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്കും ഒക്കെ നമുക്ക് എത്തിപ്പെടാൻ കഴിയും. എത്രയോ മരുന്നുകൾ, വർഷങ്ങളോളം മരുന്ന് കുടിച്ചിട്ട് രോഗത്തിന് മാറ്റമില്ലാത്ത ആളുകൾക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം, അതുപോലെ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് നമ്മൾ EFTന്റെ 12 ദിവസത്തെ ക്ലാസ്സാണ് ആ ക്ലാസ്. ഇത് അറ്റൻഡ് ചെയ്ത ആളുകൾക്കൊക്കെ നല്ലൊരു മാറ്റം, ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ കേട്ടതുപോലെ, ക്ലാസ്സിന്റെ തുടക്കത്തിൽ നിങ്ങൾ കേട്ടതുപോലെ ഇതിൽ ഒരുപാട് ആളുകൾ നന്ദി അറിയിച്ചുകൊണ്ട് വോയിസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ബാച്ചിൽ. ആ വ്യക്തി എന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് ജനങ്ങളോട് പറയണമെന്ന്. എൻ്റെ പേര് പറയണ്ട, ഈ സംഗതി പറയണം. കാരണം ആ വ്യക്തിനെ ഞാൻ ബാക്കിൽ ഒരുപാട് വിളികളും മെസ്സേജുകളുമായിട്ട് ഞാൻ ബാക്കിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് ഫസ്റ്റ് ദിവസങ്ങളിലൊന്നും ക്ലാസ് കയറാനോ കേൾക്കാനോ ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് കേട്ടു നോക്ക്, 2 ദിവസം കേട്ടു നോക്ക്, എന്നിട്ട് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒഴിവാക്കിയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസവും ഞാൻ ലിങ്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം, സൂം ഓപ്പൺ ആക്കിയതിന് ശേഷം ആ വ്യക്തിനെ വിളിക്കും. അപ്പോൾ ആ വ്യക്തി കയറും. 3-ാമത്തെ ദിവസം മുതൽക്ക് ആ വ്യക്തിനെ പിന്നെ ഞാൻ കോൾ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഈ 12 ദിവസവും ആ വ്യക്തി ഫസ്റ്റിൽ കയറും. അങ്ങനെ ഈ നോമ്പ് 25-ന് 4:10 ആ വ്യക്തി എന്നെ വിളിക്കുന്നുണ്ട്.
അപ്പോൾ 4:10 ഒരു നമ്മൾ സ്വാഭാവികമായിട്ടും ഉറക്കത്തിൽ ഫോൺ ബെല്ലടിയുമ്പോൾ പേടിച്ചിട്ടാണല്ലോ ഫോൺ എടുക്കല്. അപ്പം ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ അതുവരെ എന്നെ ഒരു കോള് പോലും വിളിക്കാത്തൊരു വ്യക്തിയാണ് വിളിക്കുന്നത്. അപ്പോൾ എന്നോട് ഭയങ്കര സന്തോഷത്തിൽ എന്നോട് അനുഭവം പറഞ്ഞു. കാരണം 2 ദിവസം മുന്നേ MVRൽ അഡ്മിറ്റ് ആയിരുന്നു. ഇന്നലെ MVRൽ നിന്നും റിസൾട്ട് കിട്ടി. 1% പോലും ക്യാൻസറിന്റെ അംശം ബോഡിയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ട് കൊടുത്തു എന്നാണ് ആ വ്യക്തി എന്നെ വിളിച്ചറിയിച്ചത്. എന്നിട്ട് ഒരുപാട് പ്രാർത്ഥനകൾ എനിക്കും എൻ്റെ കൂടെ ക്ലാസ് എടുക്കുന്ന മറ്റേ ടീച്ചറും റസിയ മാമിനോട് ഞാൻ പറയാം, നിങ്ങളും പറയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അറിയിച്ചു. അപ്പോൾ ഇത്തരം സന്തോഷങ്ങൾക്കൊക്കെ ഇത്തരം ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഉള്ള ഭാഗ്യവും അറിവും എനിക്ക് ലഭിച്ചതിന് ഞാൻ എപ്പോഴും പ്രപഞ്ച സൃഷ്ടാവിനോട് നന്ദി അറിയിക്കുന്നുണ്ട്. എൻ്റെ അനിയത്തിയെ എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പം പകരം ഒരാളെങ്കിലും ഇങ്ങോട്ട് സാധിച്ചല്ലോ എന്നുള്ള ഒരു നന്ദി, ഒരു കൃതജ്ഞത. അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ രോഗം ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ഇത്തരം തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് തിരിച്ചു കിട്ടാൻ അവസരമാക്കും. അതിനാൽ അറിവാണ് ഏറ്റവും വലിയ ഒരു മുതല്. അതാണല്ലോ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ ഫസ്റ്റ് തന്നെ എന്താ പറഞ്ഞത്? ഇഖ്റ, നീ വായിക്കുക, നീ പഠിക്കുക, നീ അറിവ് നേടുക. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ അറിവിനൊരു പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മൾ നല്ല ഡ്രസ്സ് വാങ്ങാനും, ഒരു കല്യാണം ഉണ്ടെന്ന് കേട്ടാൽ 4-5 ഡ്രസ്സ് വാങ്ങാനും, നല്ല ആഡംബര രൂപത്തിൽ എല്ലാം കൈകാര്യം ചെയ്യാൻ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. എന്നിട്ട് പല ടെൻഷനും പ്രശ്നങ്ങളും ഡിപ്രഷനും അസ്വസ്ഥതകളുമായിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ നയിക്കുക. അപ്പോൾ ഈ അറിവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരം സദസ്സുകൾ തേടി അത്തരം നല്ല തിരിച്ചറിവുകളാവണം. അറിവും തിരിച്ചറിവും തമ്മിൽ മാറ്റമുണ്ട്. തിരിച്ചറിവുകൾ കിട്ടുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നല്ല ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് നീക്കാൻ കഴിയും. അതിനാൽ എല്ലാവർക്കും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും സ്വസ്ഥതയുമുള്ള ഐശ്വര്യവുമുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇതുവരെ ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളെ ക്ലാസ് അവസാനിപ്പിച്ചു.